വാണിജ്യ സിലിണ്ടറുകളുടെ വില റെക്കോർഡ് വേഗത്തിൽ വർദ്ധിച്ചതോടെ പത്തനംതിട്ട ജില്ലയിലെ 1500-ലധികം ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ഹോട്ടൽ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചെങ്കിലും വാണിജ്യ പാചകവാതകത്തിന്റെ വില അടിക്കടി വർദ്ധിപ്പിച്ചതാണ് ഈ വ്യവസായം നിർത്താൻ കാരണമായതെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ കേരള വിഷനോട് പറഞ്ഞു. വാണിജ്യ സിലിണ്ടറിന്റെയും വീട്ടാവശ്യത്തിന്റെയും ഗ്യാസിന്റെയും വില ഒരുപോലെ വർദ്ധിക്കുന്നത് എന്ത് ചെയ്യാനൊക്കും? ഞങ്ങളൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നവരാ. സ്വന്തമായിട്ട് അടുപ്പും തീയും ഒക്കെ ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടിലാണെങ്കിൽ നമുക്ക് വല്ല വിറവോ ചപ്പോ കരിയിലോ വെച്ച് കത്തിക്കാം. ഫ്ലാറ്റിന്റെ വണ്ടിയിൽ എന്തോ ചെയ്യും? വളരെ കഷ്ടപ്പെട്ട ഒരു ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ ഹോട്ടൽ ഇല്ല. പിന്നെ എന്ത് ചെയ്യും? ഞങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കും? അങ്ങനെ ഉപഭോക്താക്കളും സാധാരണക്കാരും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മുടെ പത്തനംതിട്ട നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള ഒരു ഹോട്ടലിലാണ്. നമുക്ക് ഈ ഭക്ഷണം കഴിക്കുന്നവരോട് തന്നെ നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഈ വിലവർദ്ധനവ്? വിലവർദ്ധന എന്ന് പറഞ്ഞാൽ 12 രൂപ ചായ 15 രൂപയായി, 12 രൂപയുടെ പൊറോട്ട 15 രൂപയായി. അതുപോലെ എല്ലാത്തിനും 2-3 രൂപ വെച്ച് കൂടി. അപ്പോൾ ഡെയിലി എക്സ്പെൻസ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ഇരട്ടി ആവുന്നുണ്ട് ഇപ്പോൾ. പിന്നെ അതുപോലെ തന്നെ പെട്രോളും രണ്ടും രക്ഷയില്ലാത്ത രീതിയിൽ പോവുക. എന്തെങ്കിലും ഒരു മാറ്റം പുതിയ ഗവൺമെന്റ് അല്ലേ, എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരായിരിക്കും അല്ലേ, പ്രതീക്ഷിക്കാം. നമുക്കതിനെ പിടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോൾ. എക്സ്പെൻസ് വീട്ടിലെ നമ്മുടെ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാസം ഓടി പോകുന്നില്ല. ഗ്യാസ് കിട്ടുന്നില്ല, ഒന്നാമത്തെ കാര്യം അതാ. പിന്നെ വില കൂടിയാലും ഓക്കെ, ഗ്യാസ് കിട്ടുന്നില്ല, അതാ പ്രശ്നം. എനിക്ക് അത്രേ പറയാവുള്ളൂ. നമുക്കിപ്പോൾ തന്നെ ഈ ഹോട്ടലിന്റെ ഉടമ, അദ്ദേഹം ഈ വ്യാപാരി വ്യവസായിയുടെ ഹോട്ടൽ ഉടമ റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ഒക്കെ ആളാണ്. കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ 3 തവണയാണ് സിലിണ്ടറിന് വില കൂടിയിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയാണോ ലാസ്റ്റിലേക്ക് വില വന്നേക്കുന്നത്? 31 തീയതി രാത്രിയിൽ 42 രൂപ വീണ്ടും കൂട്ടി. അങ്ങനെ ഈ വർഷത്തെ റെക്കോർഡ് ഇതിലേക്ക് വന്നിരിക്കുകയാണ്. ഹോട്ടൽ ഉടമകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം. ഇത് പല പ്രാവശ്യം പറഞ്ഞു, പല രീതിയിൽ പറഞ്ഞു. ക്ഷണക്കത്തിൽ ഇതുപോലൊരു വർധനവ് ഒരു വർഷത്തിനിടയിൽ 1700 രൂപയുടെ അധിക ബാധ്യതയാണ് ഓരോ ഹോട്ടൽ ഉടമകളും വേണ്ടി വരുന്നത്. ദിവസം 2 കുറ്റി 3 കുറ്റി വേണ്ടിയവർക്ക് ദിവസം 6000 രൂപ 7000 രൂപ ചില എക്സ്പെൻസ്, അധിക എക്സ്പെൻസ് വരും ഗ്യാസിൽ മാത്രം. അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പെട്രോളിന്റെ വില കൂടിയപ്പോഴത്തേക്ക് നിത്യാവസാനങ്ങളുടെ വില കൂടി, പാലിന് വില കൂടിയപ്പോഴത്തേക്ക് വീണ്ടും ചായയുടെ വില കൂട്ടി. വർദ്ധിച്ച വിലയ്ക്ക് ചായ ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ പ്രയാസം, അവർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം. അങ്ങനെ എല്ലാ നിലയിലും ഭയങ്കര പ്രശ്നമായിട്ട് ഹോട്ടലിൽ നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതര സംസ്ഥാന, നമ്മൾ അതിഥി തൊഴിലാളി നോമന പേരിട്ട് വിളിക്കുന്ന ഇതര സംസ്ഥാനക്കാരെ ആരും നാട്ടിൽ പോയിട്ടും തിരിച്ചു വന്നിട്ടില്ല. അവരെ തിരിച്ചു വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഒരു 20% ഹോട്ടലിൽ ഓൾറെഡി അടച്ചു കഴിഞ്ഞു. ഇനിയും ഈ രീതിയിൽ അങ്ങോട്ട് പോയാൽ ഒരു 30% ഹോട്ടൽ കൂടെ അടയ്ക്കും. ഇതെല്ലാം സർക്കാരിൻ്റെ നികുതിയെ ബാധിക്കും, സർക്കാരിൻ്റെ വരുമാനത്തെ ബാധിക്കും. ഞങ്ങൾ 5% GST അടച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഓരോ ഹോട്ടലോടൊന്ന് 5% GST അടയ്ക്കുമ്പോൾ 50% ഹോട്ടലിൽ നിന്ന് പോയി നിലവിലുള്ള വരുമാനത്തിൻ്റെ 50% സർക്കാരിന് കുറയും. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ സത്ര നടപടികൾ ഈ കാര്യത്തിൽ ഇടപെടണം. ഹോട്ടലുകാർക്ക് സബ്സിഡി ഇനത്തിൽ ഗ്യാസ് തരണം, നിത്യാവസാനങ്ങൾ സപ്ലൈകോ വഴിയോ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ മുഖേന തരണം എന്ന് മാത്രമാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. നിലവിലെ ഇപ്പോൾ സാധനങ്ങളുടെ അല്ലെങ്കിൽ ഇവിടുന്ന് ഹോട്ടൽ ഭക്ഷണത്തിൻ്റെയൊക്കെ വില വർദ്ധിപ്പിച്ചാലും പണ്ടത്തെ അത്രയൊക്കെ ഈ ആൾക്കാർ വന്ന് കഴിക്കാനൊക്കെ ഉള്ള ഒരു വിമുഖത കാട്ടുമല്ലോ. അത് കൺസ്യൂം ചെയ്യാനുള്ള ഉപഭോക്താക്കൾക്ക് കൺസ്യൂം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. സ്ഥിരം ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളികൾ, കളക്ടറേറ്റ് ജീവനക്കാർ, ഹോസ്പിറ്റൽ സ്റ്റാഫിന്, അങ്ങനെ സ്ഥിര വരുമാനക്കാർക്ക് അവർക്ക് ഇത്രയും ഒരു വലിയ ഭീമമായ ചാർജ് വർധനവ് പറ്റത്തില്ല. വല്ലപ്പോഴും ഒരു യാത്ര ചെയ്യുമ്പോഴൊരു ഫുഡ് കഴിക്കുന്ന പോലെ അല്ല സ്ഥിരം കഴിക്കുന്ന ഞങ്ങളെപ്പോലുള്ള സാധാരണ ഹോട്ടലുകളുടെ സ്ഥിതി. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.